കിരണം പ്രപഞ്ചനിദാനം പ്രവാചക പ്രഭുവേ പ്രചോദനം വിദാനം ആദര കരിമരം റസൂലി ആസരം കരുമ്പരം അയനം സബീലി ആലമിൻ അനുഗ്രഹം നൂറെ കമാലേ അലമുൽ മുലാനിദി ലിംഗം ജമാലേ
മനസ്സിലെഴുതി മനസ്സിലെഴുതി മഹബത്തിനലയൊലിയ ഉള്ളി തേടി അയകിലെ മതി അജപൊടിയും റസൂലവര് ദിനം അഹദിലായി വരും ഇരുന്നിരുന്ന മദത് നേരിടുവോ മുത്തിമണിയറ കരികിലെ മുത്തം വെച്ച് കരഞ്ഞെന്റെ മോഹമിന്നാവുകയാ സത്യമതത്തിന്റെ തേടി ദീപം സുഗന്ധപ്പൂ പാരി നാം സരസിതവാനിയം എന്നിരുന്നാതാ കണ്ണുകൾ കണ്ടതല്ല മയകിനെ അവിടെ മരുഭൂവിൽ കണ്ടവർ കഴിച്ച് എന്ന പൂവണം കാണിക്കയാകും സൽവണം പരിപറയ്ക്കും പറവകളെന്തു ഓതിയോ ഓതിയോ ഇഷ്ടിൻ വരികൾ ഇശരിലയമിൽ ഇവരും മൂടും ഇതാ മുമ്പരമ്പിയാ മുത്തിനെ വിതൻ സവിധമണഞ്ഞിടുമോ ഒളി തേടി അയകിലേക്ക് മതി അജപൊലിയൻ മുത്ത് റസൂലവര് ഇന്നും ദിനം അഹദിലായി വരും ഇരുന്നിരുന്ന മദത് നേരിടുവോ മുത്തിൽ മണിയറ കരികിലെ മുത്തം വെച്ച് കരഞ്ഞെന്റെ മോഹമിന്നാവുകയാ സത്യമതത്തിന്റെ തെളി ദീപം സുഗന്ധപ്പൂവാരി സരസിതവാനിയവിടം. അസ്സലാമു അലൈക്കും. പുണ്യമേൽ ഓ മദീന ഒന്നു കാണാൻ മോഹമാണ് പുഞ്ചിരിക്കും ചന്ദ്രാപൻ അവിടെ കാണാൻ ദാഹമാണ് പുണ്യമേൽ ഓ മദീന ഒന്നു കാണാൻ മോഹമാണ് പുഞ്ചിരിക്കും ചന്ദ്രാപൻ അവിടെ കാണാൻ ദാഹമാണ് മണിമുത്തരാജ പതിയായി അന്തിയുറങ്ങും ചന്തം ദേഹത്തിൽ സ്വലാം ചൊല്ലാം വിധി തരൂ എന്നെ തുണ തരൂ അധിപതി രാജ സുബാനെ പുണ്യമേറും പോ മദീന ഒന്നു കാണാൻ മോഹമാണ് പുഞ്ചിരിക്കും ചന്ദ്രാപൻ അവിടെ കാണാൻ ദാഹമാണ് ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് അഹ്മത്ത് ചിന്തും പതാ വിതച്ച് ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് അഹ്മത്ത് ചിന്തും പതാ വിതച്ച് ഹൈറിലേറെ മികച്ചൊരു പതിയായി കനകസുബല മദീനയിതാ ഹൈറിലേറെ മികച്ചൊരു പതിയായി കനകസുബല മദീനയിതാ പുണ്യമേറും പോ മദീന ഒന്നു കാണാൻ മോഹമാണ് പുഞ്ചിരിക്കും ചന്ദ്രാപൻ റൗള കാണാൻ ദാഹമാണ് മണിമുത്ത് രാജ താജുൽ അംബിയ തങ്കമല നിധിയുതി പതിയായി അന്തിയുറങ്ങും ചന്തം വന്തി ദേഹമിതത്ത് സലാം ചൊല്ലാം. അസ്സലാമു അലൈക്കും. സൂര്യനുദിക്കാൻ ദിക്കുക തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകനാം പൊലിവാർ
ചൈനയിൽ കടന്നു നടക്കുന്നത് അങ്ങ് ചൈനയിലാണ്. അവിടെ 4 കൂട്ടുകാരുണ്ടായിരുന്നു. ആ കൂട്ടുകാർ വളരെയധികം സൗഹൃദബന്ധത്തിലായിരുന്നു. അവർ ചൈനയിലെ ചിങ്ചോക്ക് എന്ന് പറഞ്ഞ ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ പരീക്ഷ അടുത്തു വന്നു. അവർ 4 പേരും കഠിനമായി പഠിക്കാൻ തുടങ്ങി. രാത്രി നേരം വെളുക്കി കടന്നതുകൊണ്ടാകാം രാവിലെ അവർ എഴുന്നേക്കാൻ കഴിയുന്നത്. അവർ പോകുന്ന ബസ്സിൽ പോയി. അങ്ങനെ അവർ എക്സാം ഹാളിൽ എത്താൻ വൈകി. അവർ സ്കൂളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തി. അവിടെ ഹെഡ്മാസ്റ്റർ വന്നു, നിങ്ങൾ എന്താണ് വൈകിയത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്ന ബസ്സിന്റെ ടയർ പഞ്ചറായി. അപ്പോൾ ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങളുടെ പരീക്ഷ നാളെ ആയിരിക്കും നടക്കുക. അപ്പോൾ 4 പേര് പറഞ്ഞു, പറഞ്ഞു യെസ്, എനിക്ക് പറ്റും, ഓക്കെ എന്ന് പറഞ്ഞു. അവർ വീട്ടിലേക്ക് മടങ്ങി. അവർ വീണ്ടും കഠിനമായി പഠിച്ചതെല്ലാം പഠിച്ചു. അവർ രാവിലെ സ്കൂളിലേക്ക് പോയി. സമയത്തിൽ തന്നെ കടന്നു. രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയി. അവർ 4 പേരും 4 ക്ലാസ്സുകളിലായിരുന്നു ഇരുന്നത്. 4 പേരുടെ അടുത്തും 4 ടീച്ചർമാരും ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ആ വെണ്ടക്ക അക്ഷരത്തിലേക്ക് ചോദ്യം വായിച്ചു, നിങ്ങൾ പോയ ബസ്സിന്റെ ഏത് ടയറായിരുന്നു പൊട്ടിയത്? അപ്പോൾ 4 പേരും 4 ഉത്തരങ്ങൾ എഴുതി. അങ്ങനെ അവരുടെ സ്ഥലത്ത് വന്നു. 4 പേര് പൊട്ടി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? കളവ് പറയാൻ പാടില്ല. അത് ഒരു പ്രതിസന്ധിയിലും നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങൾ കളവ് പറയാൻ പാടില്ല. എന്റെ കൊച്ചു കഥ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാനൊരു കഥ പറയട്ടെ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. സ്വത്ത് തർക്കം, മകൻ പിതാവിനെ വെട്ടിക്കൊന്നു. മറ്റൊരിടത്ത് ഇങ്ങനെ ഒരു വാർത്ത, വൃദ്ധസമ്പതികളെ തലക്കടിച്ച് കൊലപ്പെടുത്തി. മനുഷ്യർക്ക് സ്വത്തിനോട് വലിയ ആർത്തിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഭയ പറയരുതേ. മനുഷ്യർ അങ്ങനെയാണ്. സ്വത്തിനോട് വലിയ ആർത്തിയാണ് മനുഷ്യർക്ക്. അത് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ കഥ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂട്ടരും അങ്ങാടിയിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ വെയിൽ ചെവി മുറിഞ്ഞ ഒരാട്ടിൻകുട്ടി ചന്തയിലെത്തുന്നത് കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തൂക്കിയെടുത്ത് ചോദിച്ചു, ഇതിനെ ആരാണ് വിലക്കെടുക്കുക? ആരും തയ്യാറായില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, ഇതിനെ ആർക്കാണ് വെറുതെ വേണ്ടത്? അപ്പോൾ സഹാബികൾ പറഞ്ഞു, ജീവനുണ്ടെങ്കിൽ തന്നെ ആര് വാങ്ങാനാ ഇതിനെ? ചെവി മുറിഞ്ഞ് വിരൂപിയായ ഇതിനെ ആർക്ക് വേണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭൗതിക ലാഭമുണ്ടല്ലോ, അതിനേക്കാൾ മികച്ചതാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ലോകത്തെ കുറിച്ച് മനസ്സിലാക്കാമല്ലോ. വൃദ്ധദമ്പതികളെ തലക്കടിച്ചു കൊന്നു. മനുഷ്യർക്ക് സ്വത്തിനോട് വലിയ ആർത്തിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ പഴി പറയരുത്. മനുഷ്യർ അങ്ങനെയാ. മനുഷ്യർക്ക് സ്വത്തിനോട് വലിയ ആർത്തിയാണ്. അത് പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ കഥ ഞാൻ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരും അങ്ങാടിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു ചെവി മുറിഞ്ഞ ആട്ടിൻകുട്ടി ചത്തു കിടക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ തൂക്കിയെടുത്തു. എന്നിട്ട് കൂട്ടരോട് ചോദിച്ചു, ഇതിന് ആർക്കാണ് വിലക്ക് വേണ്ടത്? അപ്പോൾ ആരും തയ്യാറായില്ല. ഇതിനെ ആർക്കാണ് വെറുതെ വേണ്ടത്
ശവമാണിത്. ആർക്കും വേണ്ടാത്ത ഈ ശവത്തിന് വേണ്ടിയുള്ള തല്ലിന് സമമാണ് നിങ്ങളുടെ ഈ സ്വത്തിനുള്ള കലം. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പാഠം നിങ്ങൾ തകർത്തെടുക്കുമല്ലോ. എന്നാൽ ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയുടെയും കല്യാണ ദിവസം മക്കയിൽ എല്ലാവരും വന്നിട്ടുണ്ട്. കല്യാണം വളരെ നല്ലതുപോലെ നടന്നു. വിവാഹ സമ്മാനമായി ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അടിമയെ നൽകി. നമ്മുടെ കഥാനായകൻ സയ്യിദ് ബിൻ ഹാരിസ്. വളരെ പ്രശസ്ത ഗോത്രത്തിലാണ് സയ്യിദ് ബിൻ ഹാരിസ് ജനിച്ചത്. സയ്യിദ് ബിൻ ഹാരിസിന്റെ കുട്ടിക്കാലമെല്ലാം വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഒരു ദിവസം സയ്യിദ് ബിൻ ഹാരിസിന്റെ വീട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയുണ്ടായി. അവർ സയ്യിദിനെ അടിച്ചവർക്ക് വിറ്റു. അവൻ സയ്യിദിന്റെ മാതാപിതാക്കൾ കുറെ വിഷമിച്ചു, കുറെ കരഞ്ഞു. പക്ഷെ അവർക്ക് അവരുടെ മകനെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഖദീജ ബീവിക്ക് ചന്തയിൽ നിന്നും സയ്യിദിനെ അടിമയായി ലഭിച്ചു. ആ സയ്യിദിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹത്തിന് ഖദീജ ബീവി സമ്മാനമായി നൽകിയത്. കുറെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സയ്യിദ് ബിൻ ഹാരിസ് മക്കയിൽ വെച്ച് തന്റെ ഗോത്രത്തിലുള്ള ചിലരെ കാണാനിടയുണ്ടായി. അവരുടെ അടുത്തേക്ക് പോകണോ പോകണ്ടേ എന്ന് സയ്യിദ് ബിൻ ഹാരിസ് സംശയിച്ചു. അടുത്തേക്ക് പോയാൽ ഉപ്പയാറിനാൽ എന്നെ കൂട്ടാൻ വരും, എനിക്ക് നബിയെ നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് സയ്യിദ് ബിൻ ഹാരിസ് മനസ്സിലാക്കി. ഒരു കവിതയിൽ കത്താക്കി അയച്ചു ഉപ്പാക്ക് അയച്ചു. ഞാൻ ഇവിടെ സുഖമാണെന്ന് അറിയിച്ചു. അതറിഞ്ഞതോടെ സയ്യിദിന്റെ ഉപ്പയും സഹോദരൻ മക്കയിലെത്തി നബിയുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു തന്റെ മകനെ തരണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദിന് നിങ്ങളുടെ കൂടെ പോരാനാണ് ആഗ്രഹമെങ്കിൽ അവൻ പോന്നോട്ടെ. അവന് എന്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവനെ ഞാൻ തടയുന്നില്ല. അവർ സയ്യിദിനെ വിളിച്ചു. സയ്യിദിനോട് ചോദിച്ചു. സയ്യിദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സയ്യിദ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് താല്പര്യം. നിങ്ങൾ എന്റെ ഉപ്പയേക്കാൾ വളരെ സ്ഥാനമാണ് ചെയ്യുന്നത്. അത് കേട്ട് സയ്യിദിന്റെ ഉപ്പയും സഹോദരനും തിരിച്ച് വീട്ടിലേക്ക് പോയി. സയ്യിദിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പോയി. എന്നിട്ട് പറഞ്ഞു, സയ്യിദ് എന്റെ മകനാണ്, അവൻ എന്റെ അനന്തരാവകാശിയാണ്. ഇതാണ് മുത്തുനബിയുടെ സ്നേഹം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ,
പ്രിയപ്പെട്ടവർ, ഞാനാകുന്നതുവരെ നിങ്ങൾ ആരും തന്നെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു. സുഹൃത്തുക്കളെ, എന്താണ് ആദ്യ മുസ്ലിം ദാവത്തിന്റെ അവസ്ഥ? പ്രവാചകനെ സ്നേഹിക്കുന്നതിന് പകരം നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്ന നിർമ്മാണികളായ കളിനടന്മാരുടെയും മറ്റു കളിക്കാരുടെയും ചിത്രങ്ങളാണ്. അവരോട് കാണിക്കുന്ന ഒരു തരം സ്നേഹം പോലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രവാചക ചര്യയെ പിൻപറ്റ് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സലാത്തും സലാമും സുന്നത്തുകളിലൂടെയും പ്രവാചക ചര്യയെ പിൻപറ്റാം. ഇത്രയും പറഞ്ഞാണ് ഞാൻ എന്റെ കുറച്ച് പ്രഭാഷണങ്ങളോട് അവസാനിപ്പിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. उमर सल्लल्लाहु से बड़ा दिल का मेरा टूटी हुई सल्लल्लाहु उमर सल्लल्लाहु से बड़ा दिल का मेरा सल्लल्लाहु सय्यिदुल मुरसलीन सल्लल्लाहु सय्यिदुल मुरसलीन सल्लल्लाहु सय्यिदुल मुरसलीन सल्लल्लाहु सय्यिदुल मुरसलीन। धूम मचा दो धूम मचा दो अहमद की आगे सड़का। धूम मचा दो धूम मचा दो अहमद की आगे सड़का। सरकार की आमद मरहबा सलूमी की आमद मरहबा आमद मरहबा। सब मिलकर बोलो मरहबा सब बोलो मरहबा। धूम मचा दो धूम मचा दो अहमद मचा की दो धूम मचा दो की आगे सड़का। धूम मचा दो अहमद की आगे सड़का। आका मौला नबी मौला आका मौला नबी मौला। अब मेरे नबी की शान सुनो नबी है बोलता कुरान सुनो। अब मेरे नबी की शान सुनो नबी है बोलता कुरान सुनो। आका मौला नबी मौला आका मौला नबी मौला। हबीब प्यारा नजर उठाए वो मौला की बिल बदल दे। कहीं ये चाहा कहीं वो कहना ये मूसा आन संभल के ये मूसा आन संभल के। खुदा के बिल्द मेहरबान सुनो नबी है बोलता कुरान सुनो। खुदा के दिल से मेहरबान सुनो नबी है बोलता कुरान सुनो। आका मौला नबी मौला आका मौला नबी मौला। सोने दिया जाने तागे साहब कोई नहीं आपने कलाल का जवाब कोई नहीं। सोने दिया जाने तागे साहब कोई नहीं आपने कलाल का जवाब कोई नहीं। शेद नालो मिट्टे बोल सागरो लाख दे बोंटने रसीले जी में सोने ने भी पाक दे। शेद नालो मिट्टे बोल सागरो लाख दे बोंटने रसीले जी में सोने ने भी पाक दे। बाबा बिचिए वेदे गुलाब कोई नहीं बाबा बिचिए वेदे गुलाब कोई नहीं।
के लाल का जवाब कोई नहीं, सोने दिया शान का हिसाब कोई नहीं, आमिना के लाल का जवाब कोई नहीं, सोने दिया शान का हिसाब कोई नहीं, आमिना के लाल का जवाब कोई नहीं। मर्तबे ने ऊंचे झील के तौरात दे, पढ़ने सही पे में सारी गाई बात दे, मर्तबे ने ऊंचे झील के तौरात दे, पढ़ने सही पे में गाई बात दे। अल्लाह के कुरान चाहिए ताब कोई नहीं, अल्लाह के कुरान जीता कोई नहीं, आमिना का लाल दा जवाब कोई नहीं, सोने दिया शान दा ऐसा कोई नहीं, आमिना के लाल दा जवाब कोई नहीं। दीस गेरे के डगोते हुसैन जमाल दी दिए सहाबा ने गुलामी जेरी आदमी, दीस गेरे के डगोते हुसैन जमाल दी दिए सहाबा ने गुलामी जेरी आदमी, सानी तेरा मौला बुतरा कोई नहीं, सानी तेरा मौला बुतरा कोई नहीं, आमिना का लाल दा जवाब कोई नहीं, सोने दिया शान दा हिसाब कोई नहीं, आमिना के लाल दा जवाब कोई नहीं, सोने दा हिसाब कोई नहीं, दा जवाब कोई नहीं। पढ़तू जा सास नाने जागे को नोन दे, देवे भी दुआ तेनू अम्मा हुसैन दे दी, सानी तेरा मौला बुतरा कोई नहीं, सानी तेरा मौला बुतरा कोई नहीं, आमिना के लाल दा जवाब कोई नहीं, सोने दिया शान दा हिसाब कोई नहीं, आमिना के लाल दा जवाब कोई नहीं, सोने दिया शान दा हिसाब कोई नहीं, आमिना के लाल दा जवाब कोई नहीं।